ഹസ്ബൻഡ് ഓൾറെഡി ആൽസറിനെ കുറിച്ച് ഒരുപാട് വാചാലനായി. അത് ഒട്ടും എന്താ പറയുക, അതിശയോക്തി പറയാനില്ല അതിനകത്ത്. കാരണം നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ധാരണയുണ്ടല്ലോ. അപ്പോൾ മിക്ക കാര്യങ്ങളിലും ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനുള്ള ഒരാളാണ് ഹസ്ബൻഡ്. അപ്പം വീട് പണി എന്ന് പറയുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷമാകുന്നു. 10 വർഷമായി. ഇപ്പം ജസ്റ്റ് 24th ഹൗസ് വാമിങ്, 22nd ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ആളെ മനസ്സിലാക്കിയിടത്തോളം വീട് പണി തുടങ്ങിയിട്ട് ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ കാണാം എപ്പോഴും ഏത് സമയത്തും എന്താവശ്യം ഉണ്ടെങ്കിലും ആൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാ പ്ലാൻ ഉണ്ടെങ്കിലും ഒരു ടെൻഷൻ, അത് അങ്ങനെ തന്നെ പോകുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉള്ള ആളാണ്. ആൽസനെ മീറ്റ് ചെയ്തതിന് ശേഷം ആൽസനുമായിട്ടുള്ള കോൺവെർസേഷനും കാര്യങ്ങളും ഒക്കെ എപ്പോഴും അടുത്തിരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആൾ 100% ഹാപ്പിയാണ് എന്നുള്ളത്. കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കോൺവെർസേഷൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. പക്ഷേ ഇന്ന് വരെ നമ്മൾ ഈ ഒരു ഓൾമോസ്റ്റ് 2 years ഒരു ടൈമിൻ്റെ ഇടയിൽ അങ്ങനെ ഒരിക്കലും ഒരു തവണ പോലും ഒരു വോയിസ് മാറി ഒരു സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് 100% ഹാപ്പി ആയിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും എന്ത് സെലക്ട് ചെയ്യുമ്പോഴും ഇപ്പം രണ്ടുപേരുടെയും ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം എൻ്റെ അടുത്താണെങ്കിലും ഇപ്പം കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സജഷനും കൂടെയൊക്കെ ചോദിച്ച് അതിന് ഇപ്പം പറഞ്ഞതുപോലെ പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ ഇപ്പം ആൽസൻ്റെ ഒരു ഫീൽഡിൽ. ഇപ്പം അവർക്ക് അവരുടേതായ കുറേ വർക്കുകൾ ചെയ്യുന്നവരാകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക സജഷൻസ് എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് തരും. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നും പറയാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതാണ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറയാം. അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മളെ ഭയങ്കര കംഫർട്ടാക്കി വെച്ച് ഹസ്ബൻഡിനെ, എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഹസ്ബൻഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അദ്ദേഹത്തിനെ ഭയങ്കര കംഫർട്ടാക്കി വെച്ച് നമ്മൾ അടുത്തും കൂടി ഇല്ലാതിരിക്കുമ്പോൾ ആൾ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഇങ്ങനെ തന്നെ ആവും, അവിടെ ചെല്ലുമ്പോൾ എന്താകും എന്നുള്ളത്. കാര്യം നമുക്ക് ഫോട്ടോസാണ് കൂടുതലും കിട്ടുന്നത്, ഫോട്ടോസും വീഡിയോസുമാണ്. അതായിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ. പക്ഷേ വന്ന് അപ്പോൾ അവിടുന്ന് വരുന്നതിന് മുമ്പും ആളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വരുമോ, അല്ലെ ചേഞ്ചസ് വല്ലതും കാണുമോ, ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വന്ന് കണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെക്കാൾ ഉപരി ഇവിടെ ഇപ്പം ഹൗസ് വാമിങ്ങിന് എത്ര പേര് വന്നോ അവരെല്ലാം അന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ കാണുമ്പോഴും എപ്പോഴും പറയുന്നത് വീട് ഭയങ്കര കേട്ടോ, ഞങ്ങൾ പാലുകാച്ച് വന്ന് കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഭാഗവും ലിവിങ് ഏരിയ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും, ഇപ്പോൾ ലേഡീസ് കൂടുതൽ കിച്ചണിനെ പറ്റി ആയിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അപ്പം അവിടെയാണെങ്കിലും കിച്ചണിനെ പറ്റിയൊക്കെ എല്ലാവരും വളരെ നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം അതുപോലെ ഹസ്ബൻഡ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആൽസനോടും പറയാനുള്ളത് പേഴ്സണലി, ഇപ്പം നമ്മൾ ഭയങ്കര ബ്രാൻഡഡ് എന്താ പറയുക ഒരു ഫേം ആകുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. പക്ഷേ എത്ര ഹൈറ്റിലെത്തിയാലും ഇപ്പം ഞങ്ങളോടൊക്കെ കാണിച്ചതുപോലെ ഉള്ള ആ ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒരിക്കലും വിടാൻ പാടില്ല. കാര്യം എത്ര ഹൈറ്റിലെത്തിയാലും ആ ഒരു സിംപ്ലിസിറ്റിയും കൈൻഡ്നെസ്സും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നേച്ചറും ഒന്നും ഒരിക്കലും പോകരുത്. ആ ഒരു ഇപ്പം നമുക്ക് തോന്നുക, ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇൻറ്റീരിയർ ഡിസൈനർ വന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒന്നും അല്ല ഒരിക്കലും ആൽസനോട് തോന്നിയിട്ടുള്ളൂ. ഒരു ബ്രദർ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് തോന്നുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പം അത് എപ്പോഴും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ആൽസൻ്റെ കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട. തീർച്ചയായിട്ടും ആൽസന് ഇനിയും നല്ല വർക്കുകൾ കിട്ടും. അത് നല്ല ഈ ആ ഒരു പേര് ഒരുപാട് പേര് ഇനി അറിയട്ടെ, കുറേ വർക്ക്സ് ഇനി കിട്ടട്ടെ. അത് തന്നെയാണ് എനിക്കും എൻ്റെ ഫാമിലിക്കുമൊക്കെ ആശംസിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്.